ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവിന്റെ നാമം ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് വേഗത്തിൽ പോവുകയാണ്. നാം ഇന്നലെ ഏകദേശം ഒരു താരതമ്യ പഠനം യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ പ്രത്യക്ഷതയും രണ്ടാമത്തെ പ്രത്യക്ഷതയും തമ്മിൽ ഉള്ളത് നടത്തുകയുണ്ടായി. ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും തന്നെ വലിയ ഒരു വ്യത്യാസം അവ തമ്മിൽ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ 16-ാമത്തെ വാക്യമായിരുന്നു വായിച്ചത്. യേശുക്രിസ്തുവിന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിട്ടുള്ള ഒരു നാമമാണ് നാം കണ്ടത്. അത് കർത്താധി കർത്താവും രാജാധിരാജാവും കർത്താധി കർത്താവും എന്ന എഴുത്താണ്. സ്തോത്രം. അതിലേക്ക് നമുക്ക് വീണ്ടും എത്തിച്ചേരാം. അപ്പൊ ഇതുവരെ നമ്മൾ നടത്തിയ ഈ താരതമ്യ പഠനത്തിൽ എന്തെങ്കിലും മനസ്സിലാകാതെ ചോദ്യമായിട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ 11-ാമത്തെ വാക്യം മുതൽ ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഏകദേശമൊക്കെ നമ്മൾ ആ ഭാഗങ്ങളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മൾ ആ താരതമ്യ പഠനത്തിൽ പറയാതെ വിട്ട ചില കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ നമുക്ക് 11-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. പക്ഷെ 12-ന്റെ ഒടുവില് എഴുതപ്പെട്ടൊരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവന് ഒരു നാമമുണ്ട്, അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അതിന്റെ ഒരു മർമ്മം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളത്. വരുന്നു. നമ്മൾ 11 മുതൽ നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാം. അപ്പോൾ 12-ലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗം കാണാം. 11-ാം വാക്യം വായിച്ചാട്ടെ. Then I saw heaven opened, and behold, a white horse. The one sitting on it is called Faithful and True, and in righteous he judges and makes war. നാം അവിടെ കാണുന്നു 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടത് ഒന്നാമത്തെ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവും ഈ രണ്ടാമത്തെ വരവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമായിരുന്നു. ഇനി നമ്മൾ ഈ വാക്യങ്ങളെ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ നമ്മളോട് ചോദിച്ച ആ കാര്യം ഉൾപ്പെടെ ഉള്ളത് ഒന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെ നമ്മൾ കാണുന്നത് 11-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ കാണുന്ന കാഴ്ചയാണ്. സ്തോത്രം. എന്താ യോഹന്നാൻ കാണുന്നത്? ഹെവൻ ഓപ്പൺ. സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നു. Now I saw heaven open. It's a perfect participle tense, a perfect tense participle. That means having been opened.
ഇപ്പം യോഹന്നാൻ നോക്കുമ്പോൾ ഇത് തുറന്നതല്ല, ഇത് യോഹന്നാൻ കാണുന്നതിന് മുമ്പ് തന്നെ തുറക്കപ്പെട്ടിരുന്നു എന്നാണ്. ഇതുവരെ അത് അടച്ചു വെച്ചിരുന്നു, സ്വർഗം അടച്ചു വെച്ചിരുന്നു, ഇപ്പോൾ അത് തുറന്നു എന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. ഇറ്റ് വാസ് ഓൾറെഡി ബീൻ ഓപ്പൺ. അത് തുറക്കപ്പെട്ടിരുന്നു. നാം ഇതേ പ്രയോഗമാണ് 4-ാം അധ്യായം 1-ാം വാക്യത്തിലും കണ്ടത്. 4-ന്റെ കൂടെ വായിച്ചാട്ടെ. 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അവിടെയും ഇതേ പ്രയോഗം തന്നെയാണ് നാം കാണുന്നത്. അനന്തരം സ്വർഗത്തിൽ എ ഡോർ സ്റ്റാൻഡിങ് ഓപ്പൺ, വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അത് യോഹന്നാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ തുറക്കപ്പെടുകയായിരുന്നില്ല, പകരം അത് തുറന്നിരിക്കുക ആയിരുന്നു എന്നാണ് നാം കാണുന്നത്. സ്തോത്രം. അനന്തരം, ആഫ്റ്റർ ദീസ് തിങ്സ്, 2 നാം അങ്ങനത്തെ ഒരു പ്രയോഗം കാണുന്നു. ആഫ്റ്റർ ദീസ് തിങ്സ്. സ്തോത്രം. എ ഡോർ സ്റ്റാൻഡിങ് ഓപ്പൺ. അപ്പം യോഹന്നാന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ ദർശനങ്ങൾ തുറക്കപ്പെടുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കണ്ടതുപോലെ, ദ ക്ലൈമാക്സ് ഓഫ് ഓൾ പ്രൊഫസീസ് ഇവിടെ സംഭവിക്കുകയാണ്. ഇതുവരെയുള്ള സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം, മൂർത്തീഭാവം. സ്വർഗം തുറന്നിരിക്കുന്നു. എന്നിട്ട് എന്താണ് കാണുന്നത്? 4-ാം അധ്യായത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നതിനെ കുറിച്ച് കണ്ടത് സ്വർഗത്തിലെ കാഴ്ചകളാണ്. നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാക്കി. പിതാവായ ദൈവം, സിംഹാസനം, അവിടുത്തെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ. എന്നാൽ ഇവിടെ ഇപ്പോൾ യോഹന്നാൻ 19:11 കാണുന്നത് 4:1 കണ്ട സ്വർഗീയ കാഴ്ചകളല്ല. ഇവിടെ പ്രത്യേകിച്ച് കാണുന്നത് സകല പ്രവചനങ്ങളുടെയും നിവൃത്തിയായി സംഭവിക്കുന്ന, പൂർത്തീകരണമായി സംഭവിക്കുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടു കൂടിയുള്ള എഴുന്നള്ളിപ്പാണ്. സ്തോത്രം. ഹഗ്ഗായി 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കിക്കേ. ഹഗ്ഗായി 2:7. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. The desire of all nations, സകല ജാതികളുടെയും മനോഹര വസ്തു. യേശുക്രിസ്തുവിനെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന നിലയിലാണ്. ഇപ്പോൾ ഇതാ ആ സകല ജാതികളുടെയും മനോഹര വസ്തുവായ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് ക്രിസ്തു വരികയാണ്. സ്തോത്രം. ക്രിസ്തു വരികയാണ്. ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 10 ആക്ട്സ് 10 and 42 and 43.
And he commanded us to preach to the people and to testify that he is the one appointed by God to be judge of the living and the dead. To him, all the prophets bear witness that everyone who believes in him receives forgiveness of sins through his name. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ചു പറയുകയാണ്, പ്രവാചകന്മാർ പ്രവചിച്ച, പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ 41-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, സകല ജനത്തിനും അല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ ദൈവം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെയെന്ന് ജനത്തോട് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചു. യേശുക്രിസ്തു തന്നെ തൻ്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇവൻ തന്നെ. ഈ പ്രവചനത്തിന്റെ നിവൃത്തിയും ഇവിടെ വെളിപ്പാട് 19:11 നിറവേറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം, കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച മറ്റൊരു വാക്യം പൗലോസ് ലീഹ പറയുന്നുണ്ട്, തീത്തോസ് 2:13, ടൈറ്റസ് 2:13. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപയെ കുറിച്ച് പറയുകയാണ്. പറയുമ്പോൾ അവിടെ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പിയറൻസ്, തേജസ്സിന്റെ പ്രത്യക്ഷത. നമ്മൾ നേരത്തെയും പഠിച്ചു, സഭയെ ചേർക്കാൻ വരുന്നതും തേജസ്സിൽ തന്നെയാണ്. ഇപ്പോൾ കർത്താവ് വരുന്നതും തേജസ്സിൽ തന്നെയാണ്. കർത്താവ് തേജോമയനായതുകൊണ്ട് കർത്താവിന്റെ വരവ് തേജസ്സിൽ തന്നെ. ഇവിടെ അതിന്റെ പരിപൂർത്തിയാണ് നാം കാണുന്നത്. സ്തോത്രം, പരിപൂർത്തിയാണ് നാം കാണുന്നത്. 2 തെസലോനിക്കർ 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. 2 Thessalonians 1:6. Since indeed God considers it just to repay with affliction those who afflict you, and to grant relief to you who are afflicted as well as to us, when the Lord Jesus is revealed from heaven with his mighty angels. When Jesus is revealed from heaven with his mighty angels. അവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രയോഗം ഇംഗ്ലീഷിൽ 7-ാമത്തെ വാക്യമാണ്, മലയാളത്തിൽ 6-ാമത്തെ വാക്യമാണ്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന സമയം. സ്തോത്രം. ഈ പ്രവചനങ്ങളുടെ ഒക്കെ പൗലോസ് ഈ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്
ക്രിസ്തുവിന്റെ ഈ പരസ്യമായ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അവകൾക്കനുസരിച്ച് യേശുക്രിസ്തു ഇപ്പോൾ ഇവിടെ തേജസ്സിൽ വെളിപ്പെടുകയാണ്. അപ്പോ ആ ഒരു പ്രവചനങ്ങളുടെ പൂർത്തീകരണം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണം. സ്തോത്രം. നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ഒരു വാക്യവും കൂടെ, യൂദ 14:15, Jude 14 and 15. It was also about these that Enoch, the seventh from Adam, prophesied, saying, Behold, the Lord comes with 10,000s of his holy ones, to execute judgment on all and convict all the ungodly of all their deeds of ungodliness that they have committed in such an ungodly way, and all of the harsh things that ungodly sinners have spoken against him. The first recorded prophet, നമുക്ക് ബൈബിളിൽ രേഖയുള്ള ആദ്യത്തെ പ്രവാചകൻ ഹാനോക്ക് പ്രവചിച്ചു. എന്താണ്? കർത്താവ് 1000 ദൂതന്മാരുമായി അല്ലെങ്കിൽ വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്നിരിക്കുന്നു. ന്യായവിധിക്ക് വേണ്ടി വന്ന കാര്യമാണ്. അവിടങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ പ്രത്യക്ഷതയെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ എടുത്തത്. അപ്പം ഇങ്ങനെ നമ്മുടെ അറിവിൽ ഹാനോക്കിന്റെ പ്രവചനം മുതൽക്ക് ഇങ്ങോട്ട് അപ്പോസ്തലന്മാരുടെ പ്രവചനങ്ങൾ വരെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് യേശുക്രിസ്തുവിന്റെ ഈ തേജസ്സിന്റെ പ്രത്യക്ഷത. സ്വർഗത്തിലെ സകല സൈന്യങ്ങളുടെയും അകമ്പടിയോടുകൂടെ, സ്വർഗത്തിലെ സകല സേനകളുടെയും അകമ്പടിയോടുകൂടെ, തൻ്റെ മഹത്വത്തോടും കൂടെ കർത്താവ് ഇറങ്ങി വരികയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് പ്രത്യക്ഷനായ ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ തൻ്റെ മഹത്വത്തെ ഉരിഞ്ഞു വെച്ചിട്ടാ വന്നത്. എന്നാൽ ഇപ്പോഴോ സകല മഹത്വത്തെയും വാരി ചുറ്റിക്കൊണ്ടാണ് കർത്താവ് വരുന്നത്. സ്തോത്രം. അതിൽ ആ മഹത്വം എന്ന് പറയുമ്പോൾ വെറും വെളിച്ചമെന്ന് മാത്രം കരുതരുത്, ശോഭയെന്ന് മാത്രം കരുതരുത്. സ്തോത്രം. ക്രിസ്തു തൻ്റെ പൂർണ്ണ അധികാരത്തോടെ, ക്രിസ്തു തൻ്റെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, സ്തോത്രം, ബലത്തോടെ, ക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുക. സ്തോത്രം. നമ്മള് 2-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെയും ഇന്നലെ വെളിപ്പാട് 19:15 വായിച്ചതുപോലെയും ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കാൻ, ക്രോധത്തോടെ അവരുടെ ചക്ക് ചവിട്ടാൻ ബലവാനായി ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ചയാണ്. സ്തോത്രം. നാം യേശുക്രിസ്തുവിന്റെ തന്നെ വാക്കുകളിൽ മത്തായി 24-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലും ഈ കാര്യം കാണുന്നുണ്ട്. മാത്യു 24:30.
അപ്പോൾ മനുഷ്യപുത്രന്റെ ഇടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളുമേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. കണ്ടോ? മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അത് തന്നെയാണ് പ്രവചന പുസ്തകത്തിൽ നിന്നും യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1:7 എടുത്തെഴുതിയിരിക്കുന്നത്. റെവലേഷൻ 1:7, 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഓവ് ആമേൻ. സ്തോത്രം. മഹാപീഡന കാലത്തിന് ശേഷം നമ്മുടെ കർത്താവായ യേശു തൻ്റെ മഹാശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളെ വാഹനമാക്കി വരുന്ന വരവിനെ കുറിച്ചാണ് യേശുക്രിസ്തു ഈ മത്തായി 24:30 പറഞ്ഞത്. അത് അക്ഷരീയമായി സംഭവിക്കുന്ന കാര്യമാണ് യോഹന്നാൻ വെളിപ്പാട് 1:7 കണ്ടത്. അതിൻ്റെ പൂർണ്ണ വിശദീകരണമാണ് 19 അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ? സ്തോത്രം. അന്ന് നാമും നമ്മുടെ കർത്താവിനോട് കൂടെ കാണും. നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കൊലോസ്യർ 3:4 വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. നമ്മുടെ ജീവൻ ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവന്റെ ആധാരം, the source of our life is Christ. Our life is centered in Christ. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവൻ. സ്തോത്രം. ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ. ക്രിസ്തുവിൽ എന്ന് ഉള്ളപ്പോൾ തന്നെ ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ. അതുകൊണ്ടാണ് നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടും. അന്ന് നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, സ്തോത്രം, നമുക്കും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുന്നതിന് കാരണമാണ്. സ്തോത്രം. അപ്പം ഈ കൊലോസ്യർ 3:4 വാക്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു വാക്യവും കൂടെ വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. 2 തെസ്സലോനിക്കർ തന്നെ 1 അധ്യായം 8 തൊട്ട് വായിച്ചു. നമ്മൾ മുമ്പ് 7 വരെ വായിച്ചായിരുന്നല്ലോ. 2 Thessalonians 1:8 following. In flaming fire, inflicting vengeance on those who do not know God, on those who do not obey the gospel of our Lord Jesus. They will suffer the punishment of eternal destruction, away from the presence of the Lord and from the glory of his might. When he comes on that day to be glorified in his saints, to be marveled at all who have believed, because our testimony to you was believed. To this Kando. end, When will it happen? When he comes. മലയാളത്തിൽ 9 വാക്യമാണ്. മലയാളത്തിൽ എനിക്കൊന്ന് 10 വാക്യമാണ്. സോറി, ഇംഗ്ലീഷിൽ 10 വാക്യവും മലയാളത്തിൽ 9 വാക്യമാണ് അല്ലെ? അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടവന്
മഹത്വപ്പെടേണ്ടതിന് മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ. സ്തോത്രം. Christ, these things will happen. The things recorded in or prophesied in verses 6 through 9. These things will happen when Christ will come to be glorified in his saints. തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് വരും. അതുപോലെ വിശ്വസിച്ച എല്ലാവരിലും അവൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ. ഈ രണ്ട് വരവ്, ഏത് രണ്ട് വരവ്? വിശുദ്ധന്മാരിൽ മഹത്വീകരിക്കപ്പെടേണ്ടതിനും വിശ്വസിച്ച എല്ലാവരിലും യേശു അതിശയ വിഷയമാകേണ്ടതിനും വരുന്ന വരവാണ് കൊലോസ്യർ 3:4 പറഞ്ഞ നമ്മുടെ ജീവനായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നാമും അവനോടുകൂടെ തേജസ്സിൽ വരുന്ന വരവ്. അതായത് 19-ാം അധ്യായം വെളിപ്പാട് 19-ന്റെ 11 നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത നമ്മൾ കണ്ടു. ഇപ്പോൾ തെസലോനിക്ക ലേഖനത്തിൽ നിന്ന് അന്ന് ക്രിസ്തു വിശുദ്ധന്മാരിൽ മഹത്വപ്പെടും. എങ്ങനെ? ഇന്ന് അവന്റെ വിശുദ്ധന്മാരായ നാം നിന്ദിതരാണ്. ഇവിടെ ലോകത്തിൽ നമ്മെ പരിഹസിക്കുന്നു, കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഒരു ദയമില്ലാതെ ഉപദ്രവിക്കുന്നു, പീഡ അനുഭവിക്കുന്നു. എന്നാൽ അന്ന് നാമും ക്രിസ്തുവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ, സ്തോത്രം, നമ്മുടെ കർത്താവ് നമ്മിൽ മഹത്വമെടുക്കുകയായിരിക്കും. ഇന്ന് നമ്മെ നിന്ദിക്കുന്ന മനുഷ്യർ അന്നൊരു പക്ഷേ ജീവനോടെ കാണില്ല. പക്ഷേ ആ മനുഷ്യരും വിശുദ്ധന്മാരെ നിന്ദിച്ചവരാണ്, ഇകഴ്ത്തിയവരാണ്. പക്ഷേ നാം അന്ന് തേജസ്സുടുത്തവരായി യേശുക്രിസ്തുവിനോട് സമന്മാരായി ക്രിസ്തുവിനൊപ്പം നിൽക്കുമ്പോൾ, സ്തോത്രം, കർത്താവിന് നമ്മിൽ മഹത്വമുണ്ടാകും. ആൾക്കാര് ദൈവ ജനത്തിന്റെ ശത്രുക്കളായി ക്രിസ്തുവിന്റെ വൈരികളായിരുന്നവരും എന്തു ചെയ്യും? ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. നമ്മെ അതിശയത്തോടെയായിരിക്കും അവർ കാണുന്നത്. അന്ന് ക്രിസ്തു നമ്മിൽ മഹത്വമെടുക്കുകയും അവൻ വിശുദ്ധന്മാരിൽ അതിശയ വിഷയം ആവുകയും ചെയ്യും. സ്തോത്രം. കൂടാതെ യേശുക്രിസ്തു തന്റെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരികയും നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിന്റെ മർമ്മമൊന്നും ദൂതന്മാർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അവരും സർവജ്ഞാനികൾ അല്ലല്ലോ. ദൂതന്മാരും സർവജ്ഞാനികൾ അല്ലാത്തത് കൊണ്ട്
എന്താണ് സംഭവിപ്പാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വിശുദ്ധന്മാർ യേശുക്രിസ്തുവിനോട് സമന്മാരായി, ദൂതന്മാരെക്കാൾ തേജസ്സും മഹിമയും അണിഞ്ഞവരായി ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ദൂതന്മാർ ഉൾപ്പെടെ ഉള്ളവർ ക്രിസ്തുവിനെ നമസ്കരിക്കും. അതുകൊണ്ടാ എബ്രായർ 1:6 നമ്മൾ വായിക്കുന്നത് എന്താണ്? ഹീബ്രൂസ് 1:6 ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. സ്തോത്രം. ക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വരികയും സൃഷ്ടികളുടെ നിന്ദാപാത്രമായി തീരുകയും മരണം ആസ്വദിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ മർമ്മം ദൂതന്മാർക്കും മനസ്സിലായിരുന്നില്ല. ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാനൊക്കെ ഇറങ്ങി വന്നു, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു വന്നു എന്ന് മാത്രം. എന്നാൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമേറിയ നിലയിൽ വെറും മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട പുഴു പോലെ ചതഞ്ഞു പോകുന്ന മനുഷ്യരായ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ദൂതന്മാരും അവനെ നമസ്കരിക്കും. അത് കൽപ്പന കൂടെയാണ് എബ്രായർ 1:6 നമ്മൾ കണ്ടത്. ദൈവം തന്റെ പുത്രനെ രണ്ടാമതും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഈ പ്രവചനങ്ങളുടെ നിവൃത്തി ക്രിസ്തുവിൽ നിറവേറുന്നു. മാത്രമല്ല, ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരായ നമ്മിലും, അത് നിറവേറുന്നു. അന്ന് ക്രിസ്തുവിന് നമ്മിൽ മഹത്വം ഉണ്ടാകും. സ്തോത്രം. നാമും പ്രശംസിക്കപ്പെടും. സ്തോത്രം. നാമും പ്രശംസിക്കപ്പെടും. അതാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. സ്തോത്രം. ഈ വരവിനെ കുറിച്ചുള്ള, ഈ പ്രത്യേക വരവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അതും കൂടെ നമുക്ക് വായിച്ച് നിർത്താം. സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യം. ജോൺ 1:51. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. സ്വർഗം തുറന്നിരിക്കുന്നത്, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഒരുപക്ഷെ ഈ വരവിനെ കുറിച്ചുള്ള പുതിയ നിയമത്തിലെ ആദ്യ പ്രവചനമാകാം ഇത്. ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ അറിയുന്നത് പോലെ മത്തായി 24-ഉം 25-ഉം, മർക്കോസ് 13-ഉം ലൂക്കോസ് 21-ഉം അധ്യായങ്ങളിലൊക്കെ നാം കാണുന്നത്. തുറന്ന സ്വർഗത്തെക്കുറിച്ച്, ദൂതന്മാർ അസംഖ്യം കർത്താവിനോട് കൂടെ ഉള്ളതിനെ കുറിച്ച്. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഏതാനും ദൂതന്മാർ അത്യാവശ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടിരുന്നതേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ടെംപ്റ്റേഷൻ, പരീക്ഷാ സമയത്ത് നാം കാണുന്നു. 3-ാമത്തെ പരീക്ഷയ്ക്ക് ശേഷം പിശാച് അവനെ കുറെ കാലത്തേക്ക് വിട്ടുപോയി. പിന്നെ നമ്മൾ വായിക്കുന്നു, ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ദൂതസേവ കാണാം.
ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത്. അതുപോലെ ഗെതസമനയിലും നാം വായിക്കുന്നു, അവനെ ശക്തീകരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ദൂത ശുശ്രൂഷ കാണുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെ 1-2 ദൂതന്മാർ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അയക്കപ്പെട്ട അവസ്ഥയല്ല. സ്വർഗത്തിലെ സകല ദൂത സഞ്ചയവും ക്രിസ്തുവിനോട് കൂടെ മഹാസൈന്യമായി ഇറങ്ങി വന്നിരിക്കുന്ന സകല വിശുദ്ധന്മാരും കർത്താവിനോട് കൂടെ കാണുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സകല സൃഷ്ടികളുടെയും പരമാനന്ദമായ ഒരു പ്രത്യേക അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് ഇത്രയും കൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. നേരത്തെ കിടക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരു പ്രയാസമാകരുത് എന്ന് കരുതി. സ്തോത്രം. അപ്പൊ നമ്മുടെയും പ്രത്യാശ ക്രിസ്തുവിനോട് കൂടെ നാമും അന്ന് കാണപ്പെടും. കർത്താവ് നമ്മിൽ മഹത്വമെടുക്കും എന്നുള്ളതാണ്. ആ പ്രത്യേക ഭാഗ്യാവസ്ഥയെ ഓർത്ത് നമ്മൾ ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുന്നവരായി, കുതൂഹലപ്പെടുന്നവരായി തീരുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. സ്തോത്രം. നമ്മള് എവിടെയെങ്കിലും പോകുവാൻ അടുത്ത ദിവസങ്ങളിൽ പദ്ധതിയിടുന്നെങ്കിൽ, അതും പ്രത്യേകിച്ച് നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച്, അല്ലെങ്കിൽ ചെരുപ്പോ ഷൂസോ ഒക്കെ ധരിച്ചുകൊണ്ടൊക്കെയാണെങ്കിൽ സാധാരണഗതിയിൽ ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിസ്മയ സ്മരണകൾ അല്ലെങ്കിൽ ഭാവനകൾ കാണാറുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ മടങ്ങ് നമുക്ക് ഭാവന കാണുവാൻ, സങ്കല്പിക്കുവാൻ, ധ്യാനിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ കർത്താവിനോട് കൂടെ നാമും തേജസ്സിൽ ഇറങ്ങി വരുന്ന ആ കാഴ്ച, ആ അനുഭവം. സ്തോത്രം. ആ അനുഭവത്തെ ഓർത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചും പ്രത്യാശയോടെ നമ്മെ തന്നെ വിശുദ്ധിയിൽ കാത്തും മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാം ഇവിടെ നിർത്തുന്നു. മാറാനാഥ.